KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടനുമെതിരായ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആരോടും പരിഭവമില്ലെന്നും സത്യം ജയിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശ്വാസമായി ഹൈക്കോടതി വിധി. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ സ്വയം വിരമിക്കുന്നു. സുന്നി പ്രസ്ഥാന ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഘടകങ്ങളുടെ രൂപവൽക്കരണം നാളെ മുതൽ. ദഫ്മുട്ട് കുലപതി കോയ കാപ്പാടിന് ഖാദി മുഹമ്മദ് പുരസ്കാരം. മലപ്പുറം മഅദിൻ വൈസനീയത്തിന്റെ ഭാഗമായി ആർട്ട് ലൈവ് 2ാം എഡിഷൻ ഫെബ്രുവരിയിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ സോളാർ കേസിൽ തൃശൂർ വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. ഹൈക്കോടതി ജസ്റ്റിസ് P. ഉബൈദാണ് വിജിലൻസ് കോടതി ഉത്തരവ് 2 മാസത്തേക്ക് മരവിപ്പിച്ചത്. ഇരുവരും പ്രത്യേകം നൽകിയ ഹർജികളിലാണ് ഉത്തരവ്. കൂടാതെ വിജിലൻസ് കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതി പോസ്റ്റ് ഓഫീസ് പോലെയല്ല പ്രവർത്തിക്കേണ്ടത്, പോസ്റ്റ്മാന്റെ ജോലിയാണ് താൻ ചെയ്തതെന്ന് വിധിയിൽ പറഞ്ഞ വിജിലൻസ് ജഡ്ജിക്ക് തന്റെ ഉത്തരവാദിത്വം എന്തെന്ന് ശരിക്കും അറിയില്ല. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഇക്കാര്യം പരിശോധിക്കണം. വെളിപ്പെടുത്തലുകളുടെ പിന്നാലെ കോടതി പോകരുത്. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണ ഉത്തരവ് പാടില്ല. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളടക്കം ജഡ്ജി പാലിച്ചില്ല. ഇത് വെളിപ്പെടുത്തലുകളുടെ കാലമാണ്. എല്ലാത്തിനും നടപടി വന്നാൽ പൊതുസേവകർക്ക് പ്രവർത്തിക്കാനാവില്ല. തന്റെ പദവിയെക്കുറിച്ച് ജഡ്ജി ബോധവാനല്ലെന്നും ജഡ്ജിക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും ഹൈക്കോടതിയിൽ ക്രിമിനൽ റിട്ട് ഹർജി നൽകിയിരുന്നു. ഇന്നു തന്നെ ഹർജി പരിഗണിക്കണമെന്ന് ഇരുവരും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യപ്രകാരമാണ് കോടതി ഇന്നു തന്നെ കേസ് പരിഗണിച്ചത്. കോടതികളുടെ അന്തസ് വീണ്ടെടുക്കാൻ ഉതകുന്ന വിധിയാണിതെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. വിജിലൻസ് കോടതി അനാവശ്യ തിടുക്കം കാട്ടിയെന്നും മന്ത്രി വിധിയോട് പ്രതികരിച്ചു. വിജിലൻസ് ജഡ്ജി രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ചട്ടുകമായി മാറി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയ നൈരാശ്യമാണെന്നും KC ജോസഫ് പറഞ്ഞു. സത്യം ജയിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹൈക്കോടതി വിധിയിൽ പ്രത്യേകം ആശ്വസിക്കേണ്ട കാര്യമില്ലെന്നും ആരോപണങ്ങളല്ലാതെ ഒരു രേഖയും കാണിക്കാനാവുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിധി എതിരായാലും അനുകൂലമായാലും സമീപനം ഒന്നുതന്നെയാണെന്ന് മുഖ്യമന്ത്രി വിശദമാക്കി. കോടതികളുടെ അന്തസ് വീണ്ടെടുക്കാൻ ഉതകുന്ന വിധിയാണ് ഹൈക്കോടതി നടത്തിയതെന്ന് മന്ത്രി KC ജോസഫ് പ്രതികരിച്ചു. സത്യം ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കിതിനകത്തൊരു പ്രത്യേക ആശ്വാസത്തിന്റെ ഒന്നും പ്രശ്നമില്ല. ഈ സോളാറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിവാദം തുടങ്ങുന്ന അന്നു മുതൽ ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ കമ്മീഷനിലെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇത്രയും നാളായിട്ടും ഈ ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ഒരു ഷീറ്റ് കടലാസ് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ ആനുകൂല്യം ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. ഇന്ന് പറഞ്ഞതിനകത്ത് ഞാൻ ആർക്കോ ഒരു പോക്കുവരവ് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. പോക്കുവരവ് ഒരാളുടെ അവകാശമല്ലേ? ഭൂമി കൊടുക്കുകയാണോ? അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമി പോക്കുവരവ് ചെയ്യുന്ന ആ പാർട്ടിയുടെ അവകാശമാണ്. അതാണ് പറയുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ആരോപണത്തിൽ മാത്രം. കോടതിയോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. വിധി എതിരാകുമ്പോഴും അനുകൂലമാകുമ്പോഴും എല്ലാം ഞാൻ ഒരേ സമീപനം എടുത്തിട്ടുള്ളൂ. ഇന്നലെ ഈ വിധി വന്നപ്പോൾ ഞാൻ പറഞ്ഞത്
നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് തുടർ നടപടികൾ ആലോചിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ മലപ്പുറത്തെ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി നെടുമ്പാശ്ശേരി വെച്ച് അഡ്വക്കേറ്റ്സിനെ കണ്ടു. അവർ പറഞ്ഞു അപ്പീൽ കൊടുക്കാൻ സ്കോപ്പുള്ള ഒരു കേസാന്ന് പറഞ്ഞു. അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലത്തെ വിധിയെയും ഞാൻ തള്ളി പറയുന്നില്ല. ഏതായിരുന്നാലും സത്യം ജയിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വിധിച്ച് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ സ്വയം വിരമിക്കുന്നു. മാർച്ച് 31 വിരമിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ 2 വിധികളാണ് ഒരാഴ്ചയ്ക്കിടെ തൃശൂർ വിജിലൻസ് ജഡ്ജി SS വാസൻ പുറപ്പെടുവിച്ചത്. ബാർകോഴ കേസിൽ കെ ബാബുവിനെതിരെയും സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെയും കേസെടുക്കാനായിരുന്നു ഉത്തരവ്. ഈ 2 ഉത്തരവും അടുത്തടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി മരവിപ്പിച്ചു. മാത്രവുമല്ല, ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ദ്രുതപരിശോധന പോലുള്ള അടിസ്ഥാന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടതെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന വിമർശനം. മുഖ്യമന്ത്രിക്കെതിരായ ഉത്തരവിൽ ജഡ്ജിയുടെ ഉത്തരവാദിത്തങ്ങൾ പോലും മനസ്സിലാക്കാത്തയാളാണ് വിജിലൻസ് ജഡ്ജിയെന്നും വിമർശിച്ചിരുന്നു. ഈ വിമർശനം വന്നതിന് തൊട്ടുപിന്നാലെയാണ് വിരമിക്കാൻ താൽപര്യം അറിയിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്തയച്ചത്. ഇന്നുച്ചയോടെ തയ്യാറാക്കി വെച്ച് വിധി വന്നയുടൻ അയക്കുകയായിരുന്നു. 2017 മാർച്ച് 31 വാസൻ വിരമിക്കേണ്ടത്. എന്നാൽ ഈ വർഷം മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുമതി നൽകണമെന്നാണ് അപേക്ഷ. നാളെ മുതൽ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനിടെ ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. മറ്റാരുടെയോ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ചട്ടുകമായി മാറിയ വിജിലൻസ് ജഡ്ജിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. ഹൈക്കോടതി വിധി വന്നതോടെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും ആത്മവിശ്വാസം വീണ്ടെടുത്തു. മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി സോളാർ വിവാദത്തിൽ ആടിയുലഞ്ഞ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശ്വാസമായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയും ഇടത് സംഘടനകളും സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് അനുകൂല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പ് ഉന്നയിച്ചുവെന്ന വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജിക്കുവേണ്ടി ഹൈക്കമാൻഡിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ബാർകോഴ കേസിൽ മുൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ രാജി തന്നെ സർക്കാരിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെയും വൈദ്യുതി മന്ത്രിക്കെതിരെയും വിജിലൻസ് കോടതിയുടെ വിധി വന്നത് സർക്കാരിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചു. എന്നാൽ കെ ബാബുവിനെതിരെയുള്ള വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും അനുകൂലമാക്കി. ഹൈക്കോടതി സ്റ്റേ കൂടി വന്നതോടെ മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് നേതാക്കൾക്കും ആത്മവിശ്വാസം വീണ്ടെടുക്കാനായി. മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി. വിജിലൻസ് കോടതി ജഡ്ജി അധികാരപരിധി ലംഘിച്ചുവെന്നും അനാവശ്യ തിടുക്കം കാട്ടിയെന്നുമുള്ള വാദങ്ങളാണ് KPCC അധ്യക്ഷൻ VM സുധീരനും മന്ത്രി KC ജോസഫ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യടന്റെയും വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചതോടെ മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെയും നിലപാടുകൾ ഹൈക്കോടതി അംഗീകരിക്കപ്പെട്ടുവെന്ന അവസ്ഥയായി. വിജിലൻസ് കോടതി ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതും ശ്രദ്ധേയമാണ്. വിജിലൻസ് ജഡ്ജിക്കെതിരെ അന്വേഷണം വേണമെന്ന് മന്ത്രി KC ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി കെ ബാബുവിന്റെ അപ്പീൽ പരിഗണിച്ച ജസ്റ്റിസ് P ഉബൈദ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യടന്റെയും സ്വകാര്യ അപ്പീലുകളും ഇന്ന് പരിഗണിച്ചത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, we of that tradition, struggling for salvation, we are against vice.
I think for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സുന്നി പ്രസ്ഥാന ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഘടകങ്ങളുടെ രൂപവൽക്കരണം നാളെ ആരംഭിക്കും. മുഴുവൻ ജില്ലകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലും ഈ മാസം 21 മുമ്പ് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും. SYS 60ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച കേരള മുസ്ലിങ്ങളുടെ ആധികാരിക ബഹുജന സംഘമാണ് കേരള മുസ്ലിം ജമാഅത്ത്. കഴിഞ്ഞ 4 മാസക്കാലമായി സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിലും സംഘടനയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അതേ തുടർന്ന് 5000-ഓളം യൂണിറ്റ് ഘടകങ്ങളും 500-ലധികം സർക്കിൾ കമ്മിറ്റികളും 127 സോൺ കമ്മിറ്റികളും ഇതിനകം രൂപവൽക്കരിച്ചു കഴിഞ്ഞു. അടുത്ത മാസം അവസാനവാരം കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കൌൺസിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കമ്മിറ്റി രൂപവൽക്കരിക്കും. തലസ്ഥാന നഗരിയിൽ YMC ഹാളിൽ നാളെ കാലത്ത് 10 നടക്കുന്ന ജില്ലാ കൌൺസിലിൽ വെച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഉച്ചയ്ക്ക് 2 കൊല്ലം ഖാദിസിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയും രൂപവൽക്കരിക്കും. സംസ്ഥാന നേതാക്കളായ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, PA ഹൈദ്രോസ് മുസ്ലിയാർ, ഇസുദ്ദീൻ കാമിൽ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഫെബ്രുവരി 7 വയനാട് ജില്ലാ കൌൺസിലും 8 തൃശൂർ, 14 കണ്ണൂർ, 15 കോഴിക്കോട് ജില്ലാ കൌൺസിലുകളും നടക്കും. 19 കാസർകോട്, പത്തനംതിട്ട, ആലപ്പുഴ കൌൺസിലുകളും 20 മലപ്പുറം, കോട്ടയം, ഇടുക്കി, 21 പാലക്കാട്, എറണാകുളം, നീലഗിരി ജില്ലാ കൌൺസിലുകളും ചേരും. ദഫ്മുട്ട് കുലപതി കോയ കാപ്പാടിന് മലബാർ മാപ്പിള കലാസാഹിത്യവേദിയുടെ ഖാദി മുഹമ്മദ് പുരസ്കാരം. ദഫ്മുട്ടെന്ന അനുഷ്ഠാന കലയെ ജനകീയവൽക്കരിച്ചതിനാണ് പുരസ്കാരം. മുഹീദ്ദീൻ മാലയുടെ രചയിതാവ് ഖാദി മുഹമ്മദിന്റെ പേരിലുള്ളതാണ് പുരസ്കാരം. കേരളത്തിലെ ദഫ്മുട്ട്, അറബനമുട്ട് കലകളുടെ പോറ്റില്ലമായ കാപ്പാട് ആലസം വീട്ടിൽ തറവാട്ടിലെ 4ാമത്തെ കണ്ണിയും ഉസ്താദ് അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പുത്രനുമാണ്. ഇന്ന് കാപ്പാട് ആലസം വീട്ടിൽ വൈകിട്ട് 3 നടന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിച്ചു. മലബാർ കലാസാഹിത്യവേദി ചെയർമാൻ VM അഷ്റഫ്, ജനറൽ കൺവീനർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം മഅ്ദിൻ അക്കാദമി 20ാം വാർഷികം വൈസനീയത്തിന്റെ ഭാഗമായി നടക്കുന്ന ആർട്ട് ലൈവ് 2ാം എഡിഷൻ ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കും. കോളേജ് ഓഫ് ഇസ്ലാമിക് ശരിയ സംഘടിപ്പിക്കുന്ന MHS മുസാബക്ക ആർട്ട് ലൈവ് 2ാം എഡിഷനിൽ ഇന്റർനാഷണൽ സമ്മിറ്റ്, ഹെഡ് ടു ഹെഡ്, ഇന്റർനാഷണൽ ഉലമ ഇന്ററാക്ഷൻ, സെമിനാർ കോമ്പറ്റീഷൻ, പബ്ലിക് പ്രസന്റേഷൻ, തസ്നീഫ്, നഷീദ ഈവ്, വോക്കൻ ട്രാൻസ്ലേഷൻ തുടങ്ങി വൈവിധ്യങ്ങളായ സെഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രഖ്യാപനം നിർവഹിച്ച പ്രോഗ്രാമിന്റെ ലോഗോ പ്രകാശനം സയ്യിദ് ബാഹസൻ ജമലുല്ലൈലി മയോട്ട, ഷെയ്ഖ് യൂനുസ് മുഖദ്ദർ മയോട്ട എന്നിവർ നിർവഹിച്ചു. അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, അബൂബക്കർ സഖാഫി അഗത്തി, മുഹമ്മദ് അലി സഖാഫി നിലമ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടനുമെതിരായ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആരോടും പരിഭവമില്ലെന്നും സത്യം ജയിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശ്വാസമായി ഹൈക്കോടതി വിധി. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ സ്വയം വിരമിക്കുന്നു. സുന്നി പ്രസ്ഥാന ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഘടകങ്ങളുടെ രൂപവൽക്കരണം നാളെ മുതൽ. ദഫ്മുട്ട് കുലപതി കോയ കാപ്പാടിന് ഖാദി മുഹമ്മദ് പുരസ്കാരം. മലപ്പുറം മഅ്ദിൻ വൈസനീയത്തിന്റെ ഭാഗമായി ആർട്ട് ലൈവ് 2ാം എഡിഷൻ ഫെബ്രുവരിയിൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.